ഇത് 2023 ആൾട്ടോ കേട്ടനാണ്. LXi 2000 കിലോമീറ്റർ തികച്ച് വണ്ടി ഓടിയിട്ടില്ല. LXi ആണെങ്കിൽ എക്സ്ട്രാ ആൻഡ്രോയിഡും പവർ വിൻഡൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. ഇത് 2014 മോഡൽ ഹ്യുണ്ടായി എക്സെൻ്റ് ആണ്. വണ്ടി 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, ഒരു ആക്സിഡൻറ്റോ റീപ്ലേസിനോ ഒന്നുമില്ല. ഇത് 2016 മോഡൽ ഡാറ്റ്സൺ റെഡിഗോയാണ്. ഈ ഓപ്ഷണൽ വേരിയൻറ്റ് എക്സ്ട്രാ ഇതിനകത്ത് സീറ്റോറും കാര്യങ്ങളെല്ലാം പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2019 മോഡൽ ഈക്കോ 5 സീറ്റർ AC ആണ്. വണ്ടി ഈക്കോ എന്ന് പറയുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിലോട്ട് പോകേണ്ടത്, ഇതിനകത്ത് ഫാമിലി യൂസ് വണ്ടിയായിരുന്നു. ഇത് 2018 മോഡൽ ടാറ്റ നെക്സോൺ XZ പ്ലസ് ആണ്. 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഇത് 2012 മോഡൽ നിസാൻ സണ്ണിയാണ്, ഡീസൽ വേരിയൻറ്റ്. ഏകദേശം 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കയ്യിൽ ലോ ബഡ്ജറ്റായിട്ട് കിടക്കുന്ന വണ്ടി. 2011 മോഡൽ ഫോർഡ് ഫിഗോ ഡീസൽ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ല തന്നെയാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതായത് കൊട്ടാരക്കരയിൽ നിന്ന് ആയൂരിലോട്ട്, തിരുവനന്തപുരം ആയൂരിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മളെ ഈ ഷോപ്പ് വരുന്നത്. ഷോപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കാർ ആൻഡ് ബൈക്ക് എന്നാണ് ഷോപ്പിൻ്റെ പേര്. നല്ല ക്വാളിറ്റി വണ്ടികൾ, അത്യാവശ്യം പൈസ കൊടുത്തിട്ടായാലും നല്ല വണ്ടികൾ വേണം. എടുത്തിട്ട് ഇനി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പണികളുണ്ടാവരുത്, നല്ല വൃത്തിക്ക് കുറച്ച് കാലമെങ്കിലും എനിക്ക് യൂസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, പുതിയ വണ്ടി വേണ്ട, എന്നാൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മതി, എന്നാൽ അതിനകത്തൊരു നല്ല വണ്ടി ആയിരിക്കണം, ഒരുപാട് പൈസ ആവണ്ട, എന്നാൽ അത്യാവശ്യം പൈസ ഉള്ളൊരു വണ്ടി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും പറ്റുന്ന നല്ലൊരു വീഡിയോ ആണ്. വിശ്വസിച്ച് എടുക്കാവുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. 2 വർഷത്തെ വാറണ്ടി അവർ കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അത് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞതാണ്, വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും ഒന്ന് പറഞ്ഞതാണ്, ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും പറ്റും നല്ലൊരു വീഡിയോ ആയിരിക്കും, ആരും മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ അതുപോലെ വണ്ടികളുടെ വില വിവരവും കാര്യമെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി നമുക്ക് വന്നിരിക്കുന്നത് ഉണ്ണിയാണ്. ഉണ്ണി, എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തെ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുള്ള കച്ചവടവും കാര്യമൊക്കെ? അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളിവിടെ കിടക്കുന്ന ആദ്യം ഈ സ്ഥാപനം എന്ന് പറഞ്ഞത് എവിടെയാണ്? ഇത് നമ്മളെ കാറാമ്പിക് ഷോറൂമാണ്, മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിൻ്റെ. കൊട്ടായക്കരയാണ് വണ്ടി വരുന്നത്, കൊട്ടായ ലോവർ കരിക്കും. നിങ്ങൾ പൊലമൺ ജംഗ്ഷനിൽ നിന്ന് MC റോഡ്, തിരുവനന്തപുരം റൂട്ട് ഒരു 2 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. നമ്മൾ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ എഴുത്താണി ഹോട്ടൽ വരുന്നുണ്ട്. അതാണ് ലാൻഡ് മാർക്ക് അല്ലേ? അതെ അതെ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികളിൽ ഏറ്റവും കുറഞ്ഞ വണ്ടി ഏതാണ്? കുറഞ്ഞത് 145 രൂപ റേഞ്ചിൽ, 1,40,000 രൂപ റേഞ്ചിൽ നമുക്ക് ഫോർഡ് ഫിഗോ ഡീസൽ കൊടുക്കാം. ഉണ്ട്. ഏത് വർഷം? 2011 വണ്ടി. 11 വണ്ടി. അതെ, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, അപ്പോഴേ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ട്രോൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ 2 വർഷത്തെ വാറണ്ടി ഞങ്ങൾക്ക് വേണ്ട, വണ്ടി തരാമോ, അത്രയും വില കുറച്ച് തരാമോ എന്നൊക്കെ. അങ്ങനെയുള്ള രീതിയിൽ വണ്ടി കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ നേരിട്ട് വന്ന് നമ്മളോട് സംസാരിച്ച് നമ്മളെ കയ്യിൽ നിന്ന് വണ്ടി എടുത്ത് ഏത് കസ്റ്റമർ വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾ ഈ അറുപ്പ് വില തന്നെയാണോ നമ്മൾ വാങ്ങിക്കുന്നത്, അതോ നമ്മൾ ഈ ഒരു കടുംപിടുത്തമാണോ? നമ്മൾ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ ജെന്യൂൻ കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമറിന് വേണ്ട എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ബഡ്ജറ്റിൻ്റെ എമൗണ്ട് കാര്യത്തിലായാലും ഡിസ്കൗണ്ട് കാര്യത്തിലായാലും. ഇവിടെ നിന്ന് വണ്ടി എടുത്ത് സാറ്റിസ്ഫാക്ഷൻ അല്ലാത്തൊരു കസ്റ്റമറിൻ്റെ തിരിച്ച് പാടാണ്. നിങ്ങൾ നേരിട്ട് വന്ന് നമുക്ക് സംസാരിക്കാം, വണ്ടി കാണുക, ഇഷ്ടപ്പെട്ട വണ്ടി ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ അന്വേഷിച്ചാൽ മതി. അതായത് നമ്മൾ ഈ ഒരു അറുപ്പ് വില തന്നെയല്ല മേടിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും, ഇവൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇവെല്ലാം സത്യമുണ്ടോ എന്നുള്ളത്. വണ്ടി ക്വാളിറ്റിയാണ്, അത് എനിക്കും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് വണ്ടിയെ പറ്റി ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള അറുപ്പ് കാര്യങ്ങളില്ല, വില കുറച്ച് തരുമെന്നൊക്കെ ഉള്ളത് എടുത്തിട്ടുള്ളവർ കാണുമല്ലോ. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇത് കാണുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവൻ്റെ പേര് ഉണ്ണി, നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇടുക. ഓക്കെ. സരമണ, ഇത് 2019 മോഡൽ TUV 300 T6 പ്ലസ് വേരിയൻ്റ് ആണ്. ഡീസൽ വണ്ടി, വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ 2 വർഷം വാറൻറ്റി കിടക്കുന്ന വണ്ടിയാണ്. വണ്ടിയുടെ ആസ്കിംഗ് റേറ്റ് ആയിട്ട് വരുന്നത് 648 അതിനകത്ത് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 648? അതെ, 2019 TUV ഡീസൽ വണ്ടി. മൈലേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മൈലേജ് നമുക്ക് ഏകദേശം 17-18 കിട്ടുന്ന വണ്ടിയാണ് സാർ. 17 വേണ്ടുണ്ട്. അതെ. വണ്ടിയൊക്കെ അത്യാവശ്യം വർക്ക് ചെയ്തിട്ടേക്കുവാണോ? സർവീസൊക്കെ ചെയ്ത് പക്ക പ്രോപ്പർ 65,000 കിലോമീറ്ററും കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വണ്ടിക്കത്തില്ല. ടയർ എല്ലാം ഉണ്ട്, നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ? എത്ര ചോദിക്കുന്നത്? 645. റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, സീറോ റീപ്ലേസ്മെന്റ് കിടക്കുന്ന വണ്ടിയാണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഫുൾ സർവീസും കമ്പനി തന്നെ, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. മഹീന്ദ്രയിൽ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇത് 2022 മോഡൽ ഈക്കോ 5 സീറ്റർ AC ആണ്.
21,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. മാരുതിയുടെ വാരൻറ്റി കിടക്കുന്ന വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല വണ്ടിക്കകത്ത്. പക്ക ജെന്യൂൻ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 21,000 കിലോമീറ്റർ. 21. അതെ, കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ തന്നെയാണ്. ജെന്യൂൻ ഹിസ്റ്ററി ഉള്ള കിലോമീറ്ററാണ്, ഹിസ്റ്ററിയിലുള്ളതാണ്. ടയർ കണ്ടീഷനൊക്കെ ആവറേജ് താഴെയാണ്. 21 ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ടയർ മോശമാണല്ലോ. ഇത് കമ്പനി ഫസ്റ്റ് ഇട്ട ടയർ തന്നെയാണ്. 21 ഓടിയ ടയർ തന്നെയാണ്. അതെ അതെ. പക്ഷെ അത്യാവശ്യം ഉടനെ മാറ്റേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഓടാനുള്ള ടയറുണ്ട്. റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല, സീറോ റീപ്ലേസ്മെന്റ് കിടക്കുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 485. 485. ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് എന്തോ ഉണ്ടായിരിക്കും? ഏകദേശം 6 അടുപ്പിച്ച് വരുന്നുണ്ട്. 6? അതെ അതെ. ഇത് 2023 മോഡല് ആൾട്ടോ കേട്ടൺ VXA ആണ്. 7,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി വാരൻറ്റി, കമ്പനി ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാണ്. നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഈ വണ്ടി 1 രൂപ പോലും ഇല്ലാതെ വന്നാലും വണ്ടി ഇറക്കാം. അങ്ങനെ വന്ന് എടുക്കാന്നുണ്ടെങ്കിൽ എത്ര വർഷത്തേക്ക് കിട്ടും? 5 വർഷം കിട്ടുമോ? 5 വർഷം കിട്ടും. 7 വർഷം നമ്മൾ ചെയ്യുന്നുണ്ട്. ട്രാക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതിനുള്ള പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമ്മൾ 7 വർഷം ചെയ്തു കൊടുക്കും. മാസം അടവ് എങ്ങനെയായിരിക്കും അപ്പോൾ വരുന്നത്? 1 ലക്ഷത്തിന് ഏകദേശം 2,500. 1 ലക്ഷത്തിന്? അതെ, അകത്ത് നിർത്തി കൊടുക്കാം. ഇപ്പം നമ്മൾ ചോദിക്കുന്നത് എത്ര? 495. അപ്പം 5. അങ്ങനെ നോക്കുമ്പോൾ അത് ഇച്ചിരി ഹെവിയാ. കാശിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. 5 വർഷത്തേക്ക്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നും? സീറോ റീപ്ലേസ്മെന്റ് ആണ് വണ്ടി. ഇത് 2018 മോഡലിൽ ക്യുഡ് RXT വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക ജെന്യൂൻ വണ്ടിയാണ്. കസ്റ്റമർ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. നമ്മൾ 2 വർഷം വാരൻറ്റി ഉണ്ട്. സീറോ ഡൗൺ പേയ്മെന്റ് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. ഇത് വേരിയന്റ് ഏതാ? RXT വേരിയന്റ് ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷനാണ്. ഇത് നമുക്ക് സീറോ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്സ് അങ്ങനെ ഒന്നുമില്ല. 355 വണ്ടിയുടെ വിലയും വരുന്നുള്ളൂ. എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞത്? 30,000. ഓടിയ ടയറാണോ? നല്ല ടയർ മാറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ഇട്ടാ. ഓക്കെ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ചോദ്യം 355 വിത്ത് വാരൻറ്റി. ഇത് മാറി കൊടുക്കുമോ? ഇത് മാറ്റി കൊടുക്കും. ഇതൊക്കെ സ്ക്രാച്ച് മാറ്റി കൊടുക്കും. ഇത് 2019 മോഡൽ ആൾട്ടോ VXA ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. വണ്ടിയുടെ റേറ്റ് വരുമ്പോഴത് 345 വരുന്നുള്ളൂ. 2 വർഷം വാരൻറ്റി ഉണ്ട് വണ്ടിക്ക്. ഇത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഈ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം പ്രത്യേകം ചെയ്തതാണോ? അതെ അതെ, സെപ്പറേറ്റ് ചെയ്തതാണ്. ഈ ടയർ കണ്ടീഷനൊക്കെ കൊള്ളാൻ, കുഴപ്പമില്ല, ആവറേജ് ഉണ്ട്. എത്ര ചോദ്യം? ഇത് 345. സീറോയിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് 2023 ആൾട്ടോ കേട്ടൺ ആണ്. LXI 2,000 കിലോമീറ്റർ തികച്ച് വണ്ടി ഓടിയിട്ടില്ല. LXI ആണെങ്കിൽ എക്സ്ട്രാ ആൻഡ്രോയിഡും പവർ വിൻഡോ ഒക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. പക്ഷേ ആക്സറീസ് ചെയ്ത വണ്ടിയാണ്. ഇതും വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സീറ്റ് കവർ പോലും പൊട്ടിച്ചിട്ടില്ല വണ്ടിയുടെ. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുക വണ്ടി. ഉപയോഗിച്ചിട്ടില്ല വണ്ടി. എടുക്കുക, കുറച്ച് ദിവസം ഒന്ന് ഉപയോഗിച്ച് കാണും, അപ്പോഴേ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്. അലമ്പിന്ന് പറയുന്നത്. അതെ അതെ. 2,000 കിലോമീറ്റർ ഓടിയ. 2,000 തികഞ്ഞിട്ടില്ല. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. സീറോ റീപ്ലേസ്മെന്റ് ആണ്. റിവേഴ്സ് ക്യാമറ ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഫിനാൻഷ്യലി എന്തോ പ്രശ്നം വന്നിട്ട് കൊടുത്തേടേ. ഞാൻ ഇതെല്ലാം ഇങ്ങനെ ചെയ്തിട്ടേ ആഗ്രഹിച്ച് ചെയ്യുന്നില്ലയോ, എന്നിട്ടത് കൊടുക്കണമെങ്കിൽ ആ പുള്ളിക്ക് എന്തൊക്കെയോ പൈസക്ക് ബുദ്ധിമുട്ട് വന്നിട്ടാ. എത്ര ചോദിക്കുന്നത്? 485 ഉള്ളൂ. 485. ഇത് സീറോ ഡൗൺ പേയ്മെന്റ് ആണോ? ചെയ്തു കൊടുക്കാം. ഓക്കെ. 5 വർഷം ലോൺ സൗകര്യം ഉണ്ട്. അതെ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ഇത് 2018 മോഡൽ ആൾട്ടോ ആണ്. 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. വണ്ടി നമ്മളെ 2 ഇയർ വാരൻറ്റി കിടക്കുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടി അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ചോദ്യം 3,80,000 വരുന്നുള്ളൂ വിത്ത് വാരൻറ്റിയിൽ. സീറോ ഡൗൺ പേയ്മെന്റ് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. ഇവിടെ കിടക്കുന്ന എല്ലാം ഒരു സീറോ ഡൗൺ പേയ്മെന്റ് ആണോ? നമുക്ക് ചെയ്തു കൊടുക്കാം. ട്രാക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് സീറോ തന്നെ ചെയ്തു കൊടുക്കാം. എത്ര ചോദിച്ചേ? 3,80,000. ഇത് 2021 മോഡല് i10 നിയോസ് മാഗ്ന വേരിയൻ്റ് ആണ്. 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വണ്ടിക്കകത്തില്ല. അത്രയും ജെന്യൂൻ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. മാനുവൽ ആണല്ലേ? മാനുവൽ. നമ്മൾ ആസ്കിങ് റേറ്റ് 625 ആണ്. ഇറങ്ങിയ സമയത്ത് എന്തുകൊണ്ട്? ഇറങ്ങും ഏകദേശം 7-8 അടുപ്പിച്ച് വരുന്നുണ്ട് വണ്ടി. അത്ര ഉണ്ടോ? അതെ. ഫുൾ ഓപ്ഷൻ ആണോ അത്? ഇത് ഫുൾ ഓപ്ഷന്
സെക്കൻഡ് വേരിയൻറ്റ്. സെക്കൻഡ് വേരിയൻറ്റ്. ഓക്കെ. മാഗ്ന വേരിയൻ്റ് ആണ്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇതും ഫുൾ ഓൺ കയറുന്നതാണ്? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് 2017 മോഡൽ വാഗണർ VX ആണ്. എപ്പോഴും ആൾക്കാർ ഫാമിലി നോക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഏകദേശം 78,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഈ കിലോമീറ്റർ ഇത്രയും സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 0 റീപ്ലേസ്മെൻറ്റ് കിടക്കുന്ന വണ്ടിയാണ്. നമ്മളെ 1 ഇയർ വാരൻറ്റി ഉണ്ട് വണ്ടിക്ക്. നമ്മൾ ചോദ്യം വരുമ്പോഴത്തേക്കും 4,28,000. അത് 1 ഇയർ വാരൻറ്റി ഉണ്ട്. അതെ, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പറും ഡീഫോഗറും വരുന്നുണ്ട്, കമ്പനി സ്റ്റീരിയോ. ടയർ അല്പം ഷോകാണേ. ഇത് നമ്മൾ അത്യാവശ്യം ഇട്ട് കൊടുക്കും. ഈ ടയർ മാറി കൊടുക്കും. എത്ര ചോദിക്കുന്നത്? 4,28,000. 4,28,000. അതെ. 2017 മോഡലല്ലേ? 17 മോഡൽ. ഇത് 2018 മോഡൽ ക്വിഡ് ഓട്ടോമാറ്റിക് ആണ്. 15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. RXT വേരിയൻ്റ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. വണ്ടി ഹൈ ക്വാളിറ്റി ആയിട്ട് തന്നെ കിടക്കുന്ന വണ്ടിയാണ്. നമ്മൾ 2 ഇയർ വാരൻറ്റി വരുന്നുണ്ട്. നമ്മൾ ആസ്കിങ് റേറ്റ് 4,40,000 വരുന്നുള്ളൂ. 4,40,000. അതെ. ഇത് മിഡിലാണോ ടോപ്പാണോ? ഫുൾ ഓപ്ഷൻ വണ്ടി, ടോപ്പ് വേരിയൻ്റ്. ടോപ്പ് വേരിയൻ്റ് ആണ്. ടയറെല്ലാം നല്ല ടയേഴ്സാണ്, കുഴപ്പമില്ല. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇത് 2020 മോഡൽ i20 മാഗ്നയാണ്, i10 മാഗ്നയാണ്. ഇത് വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ഒന്നുമില്ല. വണ്ടി നമ്മൾ 2 വർഷം വാരൻറ്റി ഉള്ള വണ്ടിയാണ്. 80,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. 80 ഓടിയോ? അതെ, ജെന്യൂൻ കിലോമീറ്റർ ആണ്, ഹിസ്റ്ററി ഉള്ള കിലോമീറ്റർ ആണ്. അല്ല, 2020 അല്ലേ പറഞ്ഞു? 20 വണ്ടി. അങ്ങനെ നോക്കുമ്പോൾ ഈ 80 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ഓട്ടത്തിന് വേണ്ടി കറക്റ്റ് ഓട്ടമാണ്. ആ ഒരു ഇയറിന് വേണ്ടിയുള്ളത്. 4 വർഷം കൊണ്ട് 80,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ്സും അങ്ങനെ ഒന്നുമില്ല വണ്ടിക്കകത്ത്. ഒന്നുമില്ല. എത്ര ചോദ്യം? 4,75. ഇതെങ്ങനെ ഫുൾ ഓൺ കിട്ടുമോ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അത് മാത്രമല്ല നമ്മൾ 2 വർഷം വാരൻറ്റി കൂടി ഇട്ട് കൊടുക്കാം. ഇത് ടോപ്പ് അല്ലേ? മാഗ്ന വേരിയൻറ്റ്, സെക്കൻഡ് വേരിയൻറ്റ്. സെക്കൻഡ് വേരിയൻറ്റ്. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഏകദേശം ഒരു 16-17 ആ റേഞ്ച് മൈലേജ് നമുക്ക് കിട്ടും. പെട്രോൾ അല്ലേ? അതെ. ഇത് 2016 മോഡൽ ഡാറ്റ്സൺ റെഡിഗോയാണ്. T ഓപ്ഷണൽ വേരിയൻറ്റ്. എക്സ്ട്രാ ഇതിനകത്ത് സീറ്റോറും കാര്യങ്ങളെല്ലാം പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഫീച്ചേഴ്സായിട്ട് വരുമ്പോഴത്തേന് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. നല്ലൊരു സ്റ്റീരിയോ ആണ് വണ്ടിക്കകത്ത് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടി 67,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. വണ്ടി അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുന്ന വണ്ടിയാണ്. സെക്കൻഡ് ടയറാണല്ലേ? സെക്കൻഡ്, രണ്ടാമത് ഇട്ട ടയറാണ്. എത്ര ചോദിക്കുന്നത്? ഇതാകുമ്പോഴത്തേന് 2,38,000. ഇതുവരെ പറഞ്ഞതിനകത്ത് കുറഞ്ഞ വിലയുള്ള ഒരു വണ്ടി വന്നാൽ ഇപ്പോഴല്ലേ? 1 ഇയർ വാരൻറ്റി ഉണ്ട് അതിനകത്ത്. 1 ഇയർ വാറൻറ്റി ഉണ്ട്. ഇത് 2018 മോഡൽ ഇയോൺ എറയാണ്. 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി ഹൈ ക്വാളിറ്റി തന്നെ കിടക്കുന്ന വണ്ടിയാണ്. ലോ ബഡ്ജറ്റ്, ഒരു ഫാമിലിക്ക് യൂസിന് ഇപ്പോൾ ഈ മഴക്കാലം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടി തന്നെയാണ്. ലോ മെയിൻ്റനൻസ് ആണ് വണ്ടി, നല്ല മൈലേജും ഉണ്ട്. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്ന വണ്ടിയാണ്. ടയർ ഭാഗം കാര്യങ്ങളെന്ന് പറയുമ്പോൾ മിഡിലാണോ ടോപ്പാണോ? എറയെന്ന് പറയുമ്പോഴും സെക്കൻഡ് വേരിയൻറ്റ്. സെക്കൻഡ് വേരിയൻറ്റ്. അതെ. ഇതിനൊക്കെ മൈലേജ് ഓൾട്ടോ പോലെ നല്ല പോലെ കാണാം. ഓൾട്ടോയുടെ സെയിം മൈലേജ് ഉണ്ട്. 18-19 നമുക്ക് സിറ്റി തന്നെ സിറ്റി ഡ്രൈവിലൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇതാകുമ്പോഴേ 2,98. നമ്മളെ 2 ഇയർ വാരൻറ്റി ഉണ്ട്. പറയുന്ന തുകയൊക്കെ നെഗോസിയേഷൻ ഒക്കെ? അതെ അതെ അതെ, അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. ഇത് 2 ഇയർ വാരൻറ്റി കിടക്കുന്ന പ്രൈസാണ്. ഇതെങ്ങനെ 0 ഡൗൺ പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. ഇത് 2019 മോഡൽ ഈക്കോ 5 സീറ്റർ AC ആണ്. വണ്ടി ഈക്കോ നിൽക്കുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിലോട്ട് പോകേണ്ട. ഇത് ഫാമിലി യൂസ് വണ്ടിയായിരുന്നു. എക്സ്ട്രാ അത്യാവശ്യം നല്ല ലക്ഷറി ടൈപ്പ് സീറ്റ് അവർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, സെൻട്രൽ ലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. എല്ലാം അടിപൊളിയാണല്ലോ കാണാൻ. അതെ അതെ, വണ്ടി ഈക്കോ ആണെങ്കിലും അത്യാവശ്യം ഫാമിലി യൂസിന് വേണ്ടി ചെയ്ത വണ്ടിയായിരുന്നു. ഒരു ഇന്നോവ സ്റ്റൈലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് മാത്രമാണ് ഇന്നോവ, അകത്തുനിന്ന് നോക്കുമ്പോൾ വണ്ടി മാറും. അല്ല, പുറത്തുനിന്ന് നോക്കുമ്പം ഈക്കോ, അകത്ത് വരുമ്പോൾ വണ്ടി മാറും. എത്ര ചോദ്യം? ഇത് 4,45. 4,45. അതെ. ഇത് മൈലേജും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടും? മൈലേജ് നമുക്കൊരു 16 അത്ര കിട്ടും, റേഞ്ച് കിട്ടും. അതെ, 1.2 ലിറ്റർ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ഈക്കാന്നേ ഫസ്റ്റ് ഫ്രണ്ട് കണ്ടാലും അങ്ങനെ അങ്ങ് ഉള്ളൊരു ഫീൽ വരില്ല. കാരണം അവർ ഈ ഗ്രില്ലൊക്കെ ഇട്ട് സംഭവം സെറ്റപ്പ് ആക്കിയത് കൊണ്ടേ കൊള്ളാം. ഇത് ഫുൾ ഓൺ കയറും? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം, കയറും. ഇത് 2022 മോഡൽ സെലേറിയോ ZX ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വണ്ടി 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസിനോ ഒന്നും വണ്ടിക്കത്തില്ല. ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്.
വണ്ടി കസ്റ്റമർ എടുത്തിട്ടുണ്ട്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടയർ ഭാഗം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് വേരിയൻ്റ് ഏതാ? ഇത് ZX ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ്. തൊട്ട് താഴെ നിൽക്കുന്നത്. അതെ. അതായത് അലോയ് വീൽസും ടച്ച് സ്ക്രീനും ഇല്ലെന്നേ ഉള്ളൂ. ZX പ്ലസ് വരുമ്പോഴത്തേനും ഒരു ഇൻഫോർടൈൻമെന്റും അലോയും വരും. അത്രേ ഉള്ളൂ. അതെ. എത്ര ചോദ്യം? ഇതാകുമ്പോഴത്തെ 595. ഇത് 2017 മോഡൽ റെഡിഗോ T ഓപ്ഷൻ ആണ്. വണ്ടി 80,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററിയും കാര്യങ്ങളുള്ള വണ്ടിയാണ്. T ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ ടോപ്പാണോ? ടോപ്പ് വേരിയന്റിന് തൊട്ട് താഴെ ഇരിക്കുന്നത്. തൊട്ട് താഴെയുള്ള 2 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, പവർ സ്റ്റിയറിംഗ്, നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റിന് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വണ്ടി നോക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അത്യാവശ്യം ഫാമിലി യൂസും കാര്യങ്ങളും പറ്റിയ വണ്ടിയാണ്. എത്ര ഓടിയെന്നാ പറഞ്ഞത്? ഇത് 80,000. ടയറൊക്കെ പുതുതായിട്ട് മാറിയതാണ്. അതെ. ഈ ടയർ എത്ര പോരാ, പക്ഷെ അപ്പുറ സൈഡ് നല്ല ടയർ കിടക്കുന്നത്. ഞാൻ അത് കണ്ടിട്ടാ ചോദിച്ചേ. ഫ്രണ്ട് ഈ ഒരു ടയർ മാത്രമേ ഉള്ളൂ മോശം. മോശം എന്ന് പറയാൻ പറ്റുന്നത് അത്യാവശ്യം ഉണ്ട്. എന്നാലും ബാക്കി 3 ടയറും അത്യാവശ്യം 80% മുകളിലുള്ള ടയറുകളാണ്. എത്ര ചോദ്യം? ഇത് 248. 248. അതെ. ഇത് 2018 മോഡല് ടാറ്റ നെക്സോൺ XZ പ്ലസ് ആണ്. 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി അത്രയും നീറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. നമ്മളെ 2 ഇയർ വാറൻറ്റി ഉള്ള വണ്ടിയാണ്. 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് വേരിയൻ്റ് ഏതാ? ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടോപ്പ് എൻഡ് ആണ്. ടോപ്പ് എൻഡ് ആണ്. അതെ. XZ പ്ലസ്. ടയറൊക്കെ ആ ഓടിയ ടയർ തന്നെയാണോ? അല്ല, രണ്ടാമത് മാറ്റിയിട്ടുണ്ട്. മാറിയതാ. ചെളിയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്, അത് അറിയാൻ പറ്റുന്നില്ല. ഇത് മഴയും കൂടെ ആയതുകൊണ്ടേ റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നമ്മൾ ഡെലിവറിക്ക് മുമ്പ് ഫുൾ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ടച്ച് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. പോളിഷും ഇന്ത്യ ക്ലീനിങ്ങും എല്ലാം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് 695. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കയ്യിൽ ലോ ബഡ്ജറ്റായിട്ട് കിടക്കുന്ന വണ്ടി. 2011 മോഡൽ ഫോർഡ് ഫിഗോ ഡീസൽ, 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസിനോ ഒന്നുമില്ല. നമ്മുടെ ഫുൾ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. ആസ്കിങ് റേറ്റ് ആയിട്ട് 145 വരുന്നുള്ളൂ. അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് 145 നമ്മൾ ചോദിക്കുന്നതേ ഉള്ളൂ. അതെ, അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. മാനുവലാണ്. മാനുവൽ. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഏകദേശം 23 അടുപ്പിച്ച് മൈലേജ് ഇടുന്നുണ്ട്. 23-27 മൈലേജ് കിട്ടും വണ്ടി. കസ്റ്റമർ എടുത്തിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്ന വണ്ടിയാണ്. 80 ഓടി അല്ലേ? 80. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ ഈ റീപ്ലേസ്മെന്റ്സ് ഇല്ലെന്ന് പറയുന്നത് സാധാരണ എല്ലാവരും പറഞ്ഞ പോലെ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ വണ്ടി എടുക്കാറില്ല? ഞാൻ വേണമെങ്കിൽ വീഡിയോക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ? പറഞ്ഞു. ഓക്കെ. ഞാൻ വേണമെങ്കിൽ ബോണറ്റ് ആയാലും ഡോർ ആയാലും ഗ്ലാസ് ആയാലും ഫുള്ള് സീറോ റീപ്ലേസ്മെന്റ് ആണെന്നും ബാക്കി എഞ്ചിൻ സൈഡ് എല്ലാം ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇടിച്ച വണ്ടിയല്ല എന്നുള്ള ഉറപ്പിക്കാം. അതിനിപ്പോൾ കസ്റ്റമർ നേരിട്ട് വന്നാലും ഞാൻ അത് പക്ക വേണമെങ്കിൽ ഒരു മെക്കാനിക്കും കൊണ്ടുവന്നു. ഞാൻ അത് അങ്ങോട്ട് കസ്റ്റമറിനും എല്ലാവരോടും അങ്ങോട്ട് പറയുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്ന മിക്കവാറും ഷോപ്പുകളിലും ആക്സിഡന്റ് കേസ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയും. ചില ആൾക്കാർ നോക്കുമ്പോൾ എന്തെങ്കിലും കാണും. അപ്പം ഞാൻ ഇപ്പം നീ പറഞ്ഞ ഒരു വണ്ടിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇത്ര ഓടിയൊരു വണ്ടിയല്ലേ? പക്ക ഷുവറാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കുന്നത്. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ഇത് 2020 മോഡൽ സാൻഡ്ര എറ എക്സിക്യൂട്ടീവ് ആണ്. വണ്ടി ഹൈ ക്വാളിറ്റി ആയിട്ട് തന്നെ കിടക്കുന്ന വണ്ടി. ടയർ ഭാഗം കാര്യങ്ങളെല്ലാം പക്കയാണ്. എക്സ്ട്രാ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ആൻഡ്രോയിഡും റിവേഴ്സ് ക്യാമൊക്കെ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ. അത് പ്രത്യേകം വെച്ചാണോ? അതെ, സെപ്പറേറ്റ് ചെയ്തതാണ്. അതെ. ഇത് വേരിയൻ്റ് ഏതാ? എറ എക്സിക്യൂട്ടീവ്. ബേസിന് തൊട്ട് മുകളിലിരിക്കുന്ന വേരിയന്റ്. ടയർ അത്ര അങ്ങോട്ട് പോരാ, എന്നാലും ഉണ്ട്. ഉടനെ മാറ്റാൻ ആവശ്യമില്ല. ഫ്രണ്ട് 2 ടയറും പുത്തനാണ്. ബാക്കിൽ 2 ടയർ ഇത് റോൾ ചെയ്തിട്ടതാണെന്ന് തോന്നുന്നു. ഫ്രണ്ട് മാറ്റിയിട്ട് റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. സീറോ റീപ്ലേസ്മെന്റ് കിടക്കുന്ന വണ്ടിയാണ്. 50,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ്. 15-16 മൈലേജ്. അതെ. പെട്രോൾ വണ്ടി. എത്ര ചോദ്യം? ഇത് 445 വിത്ത് 2 ഇയർ വാറന്റി. ഏത് വർഷമായിരുന്നു? ഇത് 2020 വണ്ടി. ഇത് 2018 മോഡല് ഇയോൺ എറയാണ്. വണ്ടി 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി അത്യാവശ്യം ആക്സറീസും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. എക്സ്ട്രാ അലോയ് ചെയ്തിട്ടുണ്ട്. അത് ഹൈ ക്വാളിറ്റിയാണ് കിടക്കുന്ന വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസിനോ ഒന്നുമില്ല. ജെന്യൂൻ കിലോമീറ്റർ. അത്യാവശ്യം ചെറിയ ബഡ്ജറ്റ്, അത്യാവശ്യം നല്ലൊരു വണ്ടി നോക്കുന്ന ഫാമിലീസിനൊക്കെ പറ്റിയൊരു വണ്ടി തന്നെയാണ്. ഫാമിലീസിനായാലും യൂത്തിനായാലും പറ്റിയ വണ്ടി തന്നെയാണ്. അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തത്? അതെ. അതെ. എത്ര ചോദ്യം? ഇത് 298. 298? അതെ. അതെന്തൊരു വിലയാ? ഒരു റൗണ്ട് ഫിഗർ 295. അങ്ങനെ ചോദിക്കത്തില്ല.
കഴിഞ്ഞ വീഡിയോയിൽ പ്രൈസ് വരാത്ത വണ്ടികളെ പറ്റി പറഞ്ഞത് അണ്ണനെ ഒത്തിരി പരാതി കേട്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്തായാലും അത് പറയേണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ ഇപ്പോൾ വണ്ടി അവൈലബിൾ ആയതുകൊണ്ട് പറയാം. 2016 കിട്ടും, 2018 ആൾട്ടോ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മോഡലൊക്കെ നോക്കുന്നവർക്ക് എന്തായാലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇന്ന് വൈകിട്ട് തന്നെ എന്തായാലും റേറ്റ് വരുന്നതായിരിക്കും വണ്ടിയുടെ. പിന്നെ പറഞ്ഞാൽ ഇത് 2012 മോഡൽ നിസാൻ സണ്ണിയാണ്, ഡീസൽ വേരിയൻറ്റ്. ഏകദേശം 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. സണ്ണി അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ നോക്കി നടക്കുന്ന ഒരു വണ്ടിയാണ്. എക്സ്ട്രാ ഒരു ആൻഡ്രോയിഡും റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അത്ര ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന വണ്ടിയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നീറ്റാണ്. വണ്ടി ഫുള്ളായിട്ട് നീറ്റാണ്, ഹൈ ക്വാളിറ്റി ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. ടയർ ഭാഗങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട്. ചെറിയ ബഡ്ജറ്റ് ഒരു ഡീസൽ വണ്ടി നോക്കുന്നവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 345. 345. ലോൺ സൗകര്യം കിട്ടുമോ? ലോണ് നമുക്ക് കൊടുത്തു നോക്കാം. പ്രൊഫൈലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് നമുക്കൊരു 22-23 കിട്ടുന്ന വണ്ടിയാണ്. അത്രയും കിട്ടും. അതെ. ഇത് 2014 മോഡൽ ഹ്യുണ്ടായി എക്സെൻ്റ് ആണ്. വണ്ടി 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. വണ്ടിക്കകത്ത് അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് നമ്മൾ കസ്റ്റമർ ആവശ്യപ്പെടുക മാറ്റി കൊടുക്കാം. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 60,000 കിലോമീറ്റർ. ജെന്യൂനാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എല്ലാം ഉണ്ടോ? വണ്ടിയുടെ കാര്യമായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വന്നിട്ടില്ല. ഈ ചെറിയ ഡാമേജ് ഉണ്ടല്ലോ ഈ ബാക്ക് സീറ്റ് കവർ, അതെങ്ങനെ ക്ലിയർ ചെയ്യുമോ? നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ടയർ കണ്ടീഷനൊക്കെ പക്കയാണ്. ഏകദേശം 85% അടുപ്പിച്ച് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരൊക്കെ മാറ്റി കൊടുക്കത്തില്ല? അതാണ് ഈ സംഭവമൊക്കെ. അത് നമുക്ക് സംസാരിക്കാം, മാറ്റി കൊടുക്കാം. അതായത് തോനെ ബാർഗൈൻ ചെയ്യുകയാണെങ്കിൽ അതെ, ചെയ്യാൻ പറ്റില്ല. ഓവർ ഡിസ്കൗണ്ട് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മാന്യമായ വിലയൊക്കെയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം. അതെ അതെ. എത്ര ചോദിക്കുന്നത്? ഇത് 345. ഇതെങ്ങനെയാണ്? ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അല്ല, ഇപ്പം ഈ വണ്ടി നിലവിലില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. കയറും. ഇത് 2015 മോഡൽ സിയാസ് VDI ആണ്, ഡീസൽ വണ്ടി. 1,10,000 ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല വണ്ടിക്കകത്ത്. ജെന്യൂൻ കിലോമീറ്റർ, കമ്പനി സർവീസുള്ള വണ്ടിയാണ്. VDI ആണെങ്കിൽ എക്സ്ട്രാ ഇൻഫോർടൈൻമെൻറ്റും റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. വേറെ സ്ക്രാച്ചോ അടിയോ പിടിയോ തട്ടലോ കാര്യങ്ങളൊന്നും വണ്ടിക്കകത്ത് വന്നിട്ടില്ല. വേരിയൻ്റ് ഏതാ? VDI സെക്കൻഡ് വേരിയൻറ്റ്. അതെ. ടയർ കണ്ടീഷനൊക്കെ എല്ലാം ഉണ്ട്. നല്ല 85% മുകളിൽ ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര ചോദ്യം? 595. കുറയോ? ചെയ്ത് കൊടുക്കാം, അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. ഇത് 2022 മോഡൽ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് VXI വേരിയൻ്റ് ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഇതിൻ്റെ അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്ന വണ്ടിയാണ്. വേരിയൻ്റ് ഏതായത്? ഇത് VXI എന്ന് പറയുമ്പം സെക്കൻഡ് വേരിയൻ്റ് ആണ്. ഓട്ടോമാറ്റിക് ഫസ്റ്റ് വേരിയൻ്റ് ആണെന്ന് തോന്നുന്നു. ഓട്ടോമാറ്റിക് ആകുമ്പോൾ മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അതായത് നമുക്കൊരു 15 അടുപ്പിച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. അതെ, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. ആക്സിഡൻറ്റ് കേസ് റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ടയർ കണ്ടീഷനൊക്കെ നല്ല ടയേഴ്സാണ്. സെക്കൻഡ് ഇട്ടാണല്ലേ? സെക്കൻഡ് ഇട്ട ടയറാണ്. എത്ര ചോദ്യം? ഇത് 795. പുതിയ വണ്ടിക്ക് എത്ര രൂപ? പുതിയ വണ്ടി ഏകദേശം 10 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് 10 അടുപ്പിച്ച് വരുന്നുണ്ട്. അതെ, ന്യൂ വണ്ടിയുടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് മാറിയിട്ടുണ്ട്. ഇത് 2022 മോഡൽ കിയ സോണറ്റ് ടെർബോ IMD വരുന്ന വേരിയൻ്റ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല വണ്ടിക്കകത്ത്. വണ്ടി 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കണ്ടാൽ തന്നെ അറിയാം വണ്ടി അത്രയും ഹൈ ക്വാളിറ്റിയാണ് കിടക്കുന്ന വണ്ടിയാണ്. IMD ട്രാൻസ്മിഷനാണ് വരുന്നത്. സൺറൂഫ്, അലോയി എല്ലാം വരുന്നുണ്ട്. വെന്റിലേറ്റർ സീറ്റാണ് വരുന്നത്. ഇത് ആക്സിഡൻറ്റ് കേസ് റീപ്ലേസ്മെൻറ്റ്സ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. 22 വണ്ടിയാണ്. അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. വണ്ടി നല്ല നീറ്റായിട്ട് കിടക്കും. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ടയർ 20 ഓടി ടയർ തന്നെയല്ലേ? അതെ. വേറെ എന്താ പറയാനുള്ളത്? ഇത് കിലോമീറ്റർ മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് നമുക്കൊരു 15-നകത്ത്. IMD ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ്. പെട്രോൾ 1 ലിറ്റർ ടെർബോ. എത്ര ചോദ്യം? ഇത് 1295. അയ്യോ, അപ്പോൾ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ എന്തായിരിക്കും വില? ഇത് ഏകദേശം ഒരു 16 അടുപ്പിച്ച് വരുന്നുണ്ട്. 15 അറേഞ്ച് വണ്ടിക്ക് വില വരുന്നുണ്ട്. ഇത് 2021 മോഡൽ വെന്യൂ ആണ്. IMD ട്രാൻസ്മിഷൻ വരുന്ന വണ്ടി. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. 32,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഏതാ ഇത്? വേരിയൻ്റ് ഏതാ? വേരിയൻ്റ് SX.
എന്ന് പറയുമ്പോൾ ടോപ്പാണോ മിഡിലാണോ? ടോപ്പിന് തൊട്ട് താഴെ നിൽക്കുന്നത്. അലോ ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് SX ഓപ്ഷനാണ്. ടെർബോ വരുന്നത്, 1.2 ടെർബോ വരുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 1068. റീപ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഈ പെട്രോളാണ്. പെട്രോൾ. മൈലേജ് കാര്യങ്ങളൊക്കെ? ഇത് ടെർബോ എഞ്ചിൻ 1.2 ടെർബോ ആണ്. അതിൻ്റേതായ ഒരു 15-നകത്ത് നമുക്ക്. ഇത് 2016 മോഡൽ i20 ആസ്തയാണ്. 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടിക്ക് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസിനോ ഒന്നുമില്ല. ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. വണ്ടിക്കകത്ത് ബേസിക് ആയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. എപ്പോഴും ആൾക്കാർ നോക്കുന്ന ഒരു ഫേസാണ് ഈ എലൈറ്റ് i20. എപ്പോഴും ഡിമാൻഡും കാര്യങ്ങളും നിൽക്കുന്ന ഒരു വണ്ടിയാണ്. പൈസ തോന്നെ ചോദിക്കാനുള്ള ഉദ്ദേശമുണ്ടോ? ഇല്ല, 595 മാർക്കറ്റ് റേറ്റ് ആണ്. എത്ര ചോദിക്കുന്നത്? 595. വിലയിൽ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. ടയർ നമ്മളെ 1 ഇയർ വാറണ്ടി ഉണ്ട്. പുത്തൻ ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് നമുക്കൊരു 16-17 റേഞ്ച് മൈലേജ് കിട്ടും. ഇത്രയും കിട്ടും? പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ നമുക്ക് i20 ഒരു 16 മൈലേജ് കിട്ടും. കിട്ടും. ഇത് 2019 മോഡൽ ക്യുഡ് RXL ആണ്. വണ്ടി 20 താഴെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ടയർ ഭാഗം കാര്യങ്ങളെല്ലാം പുത്തനാണ്. നമ്മളെ 2 ഇയർ വാറണ്ടി കിടക്കുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഫുൾ ലോൺ കിട്ടും? അതെ. ഏത് വർഷമായിരുന്നു? 2019 വണ്ടി. ഇതേത് വേരിയന്റ്? RXL ബേസ് ആണ്. ബേസ് ആണ്. അതെ. എത്ര ചോദ്യം? ഇത് 328. ബേസ് അല്ലേ? അതെ, 2019 വണ്ടി. ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 20 താഴെ ഓടിയിട്ടുള്ളൂ. ആ ഓടിയ ടയറാണോ അതോ മാറ്റിയോ? ഇത് പുത്തൻ ടയറാണ് കിടക്കുന്നത്. പുത്തൻ ടയറാണ്. 20 ഓടിയ ടയർ എന്തിനാ മാറ്റുന്നത്? കാര്യം കൊണ്ട് മാറ്റിയതായിരിക്കും. ഇനി വിൽക്കാൻ നേരം ഇപ്പോൾ പുതിയ ടയർ കൂടിയിട്ട് കൊടുക്കുന്ന വെച്ചാൽ ശീലം ഉണ്ടല്ലോ ചില കസ്റ്റമറിന്. ഓ അങ്ങനെ. ഇത് എന്താ പാർക്ക് ആൻഡ് സെയിലാണോ? പർച്ചേസ് വണ്ടി, നമ്മളെ കമ്പനി പർച്ചേസ് വണ്ടി. ഓക്കെ. ഇത് ഫുൾ ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. സനമണ്ണ അണ്ണന് പരാതിയാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ വണ്ടിയുടെ റേറ്റ് വന്നിട്ടില്ല. 2023 വണ്ടിയാണ്. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആൾട്ടോ VXA+ ആണ്. ഇൻഫർടൈൻമെൻറ്റും റിവേഴ്സ് ക്യാമറയും വരുന്ന വണ്ടിയാണ്. കമ്പനി തന്നെ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടില്ല. നമുക്ക് ഇന്ന് വൈകിട്ടത്തേക്കായിരിക്കും റേറ്റ് വരുന്നത്. ടോപ്പാണോ വണ്ടി? ഫുൾ ഓപ്ഷൻ വണ്ടി, ടോപ്പ് എൻഡ് ആണ്. 12,000 ഓടിയ ടയർ തന്നെ? അതെ. എത്ര ചോദ്യം? വില ഇല്ലല്ലേ? വില വന്നിട്ടില്ല. വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വില വരും. അപ്പം താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വണ്ടികളുടെ പ്രൈസ് നോക്കുമ്പോൾ അത്യാവശ്യം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ആ വണ്ടിക്ക് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. 2 വർഷത്തെ വാറണ്ടി അടക്കമാണ് ഇവർ വണ്ടികൾ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഫുൾ ലോൺ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും ഇവിടെ കിടക്കണ എത്ര വണ്ടി വേണമെങ്കിലും എടുക്കുക, ഏത് വണ്ടി വേണമെങ്കിലും എടുക്കുക. അതെല്ലാം ഫുൾ ലോൺ വണ്ടികളാണ്. 1-2 ഒഴിച്ച് ബാക്കിയെല്ലാം 100% ലോൺ സൗകര്യങ്ങളുള്ള വണ്ടികളാണ്. നമുക്ക് സിവിലും കാര്യങ്ങളും കറക്റ്റായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വണ്ടികളെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.